വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ UDF മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിലും അണികൾക്കിടയിലും ഏറ്റവും വലിയ ചർച്ചാ വിഷയം ചാണ്ടി ഉമ്മന്റെ അഭാവമാണ്. പുതുപ്പള്ളിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടും ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യവും ജനപ്രീതിയുമുള്ള ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് അണികളിൽ വലിയ നിരാശയുണ്ടാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള സാമൂഹിക വിഭാഗങ്ങൾ ഈ തീരുമാനത്തിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ഒഴിവാക്കലിനെ അതീവ രാഷ്ട്രീയ പക്വതയോടെയാണ് ചാണ്ടി ഉമ്മൻ നേരിട്ടത്. കേരളത്തിന് വി.ഡി. സതീശനെ പോലെ കാര്യക്ഷമതയുള്ള ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചപ്പോൾ തന്നെ പുതുപ്പള്ളിക്ക് ഒരു മന്ത്രിയെ ലഭിച്ചു കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചാണ്ടി ഉമ്മനെ കൂടാതെ സതീശൻ മന്ത്രിസഭയിൽ നാം മിസ് ചെയ്യുന്ന മറ്റ് പ്രധാന പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് VT ബൽറാം. പാർട്ടിയുടെ ഏറ്റവും മികച്ച യുവശബ്ദവും സതീശന്റെ വിശ്വസ്തനുമായിട്ടും ഗ്രൂപ്പ് പ്രാദേശിക സമവാക്യങ്ങൾ കാരണം ബൽറാമിന് ക്യാബിനറ്റിൽ ഇടം ലഭിച്ചില്ല. അടുത്ത പേരാണ് ഷാനിമോൾ ഉസ്മാൻ. സീനിയോറിറ്റിയും വനിതാ പ്രാതിനിധ്യവും പരിഗണിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് സതീശൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിലും ഒടുവിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് താല്പര്യങ്ങളും ഹൈക്കമാൻഡ് സമവാക്യങ്ങളും ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിഞ്ഞെങ്കിലും ചാണ്ടി ഉമ്മനെ പോലെയുള്ള ജനപ്രിയ യുവമുഖങ്ങളുടെ അഭാവം ഈ പുതിയ മന്ത്രിസഭയിൽ എന്നും ഒരു കുറവായി അവശേഷിക്കും.